യെസ്, എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സാന്ദ്ര പറഞ്ഞല്ലോ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകളൊക്കെ പുറത്തു വന്നതിന് ശേഷവും കാര്യമായ മാറ്റങ്ങളൊന്നും സിനിമാ മേഖലയിൽ ഉണ്ടാകാത്തതിൽ വലിയ നിരാശയുണ്ടോ സാന്ദ്രയ്ക്ക്? തീർച്ചയായിട്ടും ഉണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറങ്ങിയിട്ട് ഈ ഓഗസ്റ്റ് വരുമ്പോൾ 1 വർഷം തികയാണ്. ഇതുവരെ എന്ത് സംഭവിച്ചു ഇവിടെ? ഈ ഇത്രയും നാള് അടച്ചു വെച്ചിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ വർഷം പുറത്തു വന്നു. ഇവിടെ കുറച്ച് ചർച്ചകൾ, മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് വഴി പൊതുസമൂഹം അറിഞ്ഞു എന്നുള്ളതല്ലാതെ ഇവിടെ വേറെ ഒരു കറക്റ്റീവ് മെഷേഴ്സും ഉണ്ടായിട്ടില്ല. ഒരു ഫിലിം പോളിസി നടക്കുന്നു എന്നറിഞ്ഞു. പക്ഷേ ഈ ഫിലിം പോളിസിയിൽ തന്നെ ഇപ്പൊ ഷാജി സാർ ഇപ്പൊ മരിച്ച സ്ഥിതിക്ക് എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് അറിയത്തില്ല. ഒരു കോൺക്ലേവ് നടക്കുന്നു എന്ന് പറയുന്നു. അത് എപ്പോഴാണ്, എന്താണ്, എങ്ങനെയാണ് ഒന്നും അറിയില്ല. എന്ത് കറക്റ്റീവ് മെഷേഴ്സ് ആണ് എടുത്തത്? സ്ത്രീകൾക്ക് എന്ത് രീതിയിലാണ്? IC കമ്മിറ്റി രൂപീകരിച്ചതാണോ? അവിടെ പോലും വേട്ടക്കാരാണ് ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇവിടെ, എവിടെ നിന്നാണ് നീതി ലഭിക്കുക? ഇവിടെ എങ്ങനെയാണ് സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം? എല്ലാം മാർച്ച് 8-ാം തീയതിയും വന്നിട്ട് എല്ലാവരും പറയും സ്ത്രീകൾക്ക് ഭയങ്കര സുരക്ഷിതമായ മേഖലയാണ്, സ്ത്രീകളെ ഞങ്ങൾ പൊന്നുപോലെയാണ് ഇവിടെ നോക്കുന്നത്, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഘോരം പ്രസംഗിക്കുന്നത് കാണാം. പക്ഷേ ഒരു തരത്തിലും സേഫ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി അല്ല സ്ത്രീകൾക്ക് മലയാള സിനിമ ഇപ്പോഴും. അപ്പൊ അത് ഞാൻ അടിയുറപ്പിച്ച് പറയുകയാണ്. അതിനൊരു മാറ്റം വരണമെങ്കിൽ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കണം. ഗവൺമെന്റ് എന്താ പറയുക, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കാര്യക്ഷമമായിട്ട് ഇടപെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്, ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് മന്ത്രിമാരടക്കം പറയുന്നത് നമ്മൾ സിനിമാ നയത്തിനായുള്ള ചർച്ചകളും നീക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ്. ഒരു സിനിമാ നയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഒരു ശക്തമായ ഒരു നയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകുമെന്ന് കരുതുന്നുണ്ടോ? ഒരു പരിധിവരെയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും. കാര്യം ഒരു സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവും, പുറത്തു നിന്നുള്ള ആളുകൾ. ഇതിപ്പോ എന്താ, ചില കുത്തകകളായിട്ട് ഇരിക്കുകയാണ് മലയാള സിനിമ. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കുറച്ചു പേര് വാഴുകയും ബാക്കിയുള്ളവരെ ചവിട്ടിത്താഴ്ത്തുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മലയാള സിനിമ നിൽക്കുന്നത്. അവിടെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ തീർച്ചയായിട്ടും ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുന്ന ഒരു ഗവൺമെന്റും കൂടെയാണ്. അപ്പം അത് ഈ ഫിലിം പോളിസി എത്രയും പെട്ടെന്ന് നിലവിൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.